ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുന്നു. യോശുവ 4:14-15. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെയും മുൻപാകെ വലിയവനാക്കി. അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. പ്രിയരെ, ദൈവജനത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് യോശുവയെ ദൈവം കൊണ്ടുവരികയാണ്. ആ സമയത്ത് നടന്ന ഒരു വലിയ ദൈവ പ്രവൃത്തിയാണ് യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോശുവയെ ദൈവം വലിയവനാക്കിയെന്ന്. യോശുവ വലിയവനാകുന്നതിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു, കമ്മിറ്റി ഉണ്ടാക്കി, ഒരു കൂട്ടം പേരെ വശത്താക്കി, പദ്ധതികൾ തയ്യാറാക്കി എന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. യോശുവയെ ജനത്തിൻ്റെ നടുവിൽ, ആ തലമുറയുടെ മുൻപിൽ ദൈവം വലിയവനാക്കാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരും കമ്മിറ്റി ഉണ്ടാക്കുന്നവരും ആളിനെ കൂട്ടുന്നവരും അത് ചെയ്തോട്ടെ. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ദൈവം ചിലരെ നേതൃത്വത്തിലേക്ക്, ദൈവ കൃപയിലേക്ക് വലിയവരാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഇന്ന് പ്രഭാതത്തിൽ ഒരുപക്ഷെ ഒരു സഭയ്ക്കകത്തോ ഒരു മിനിസ്ട്രിക്കകത്തോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ചെറിയ നിലയിൽ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവരാകാം നിങ്ങൾ. എന്നാൽ ഈ വാക്യം എഴുതിയിരിക്കുന്നു, ഒരു പ്രത്യേക സമയം വന്നപ്പോൾ ദൈവം യോശുവയെ ജനത്തിൻ്റെ നടുവിൽ വലിയവനാക്കി. പ്രിയരെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി, വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാമോ? മാനുഷികമായി ഒരു സ്റ്റെപ്പ് വച്ച് പരാജയപ്പെട്ടു പോകാതെ വലിയ ദൈവിക ഓപ്പണിങ്ങുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വചനം അതാണല്ലോ പറയുന്നത്. ദൈവം യോശുവയെ വലിയവനാക്കാനിടയായി തീർന്നു. ഈ വാക്യം വായിക്കുമ്പോൾ ജനം യോർദാന്റെ കരയിൽ നിൽക്കുന്നതാണ് യോശുവയുടെ കാലം. എന്നാൽ യോശുവയുടെ കാലത്ത് ദൈവം യോശുവയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ യോർദാൻ എന്ന വലിയ വിഷയം കൈകാര്യം ചെയ്യേണ്ടതിന് യോശുവയ്ക്ക് ദൈവം പരിജ്ഞാനം കൊടുക്കുവാനിടയായി തീർന്നു. യോശുവയിലൂടെ ദൈവാലോചന പുറത്തു വരുവാനിടയായി തീർന്നു. യോശുവ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി നിറവേറാനായി തുടങ്ങി. അഥവാ യോശുവ പ്ലാൻ ചെയ്ത പദ്ധതികൾ യോശുവയുടേതായിരുന്നില്ല, പകരം ദൈവത്തിൻ്റെ ഹിതങ്ങൾ യോശുവയിലൂടെ യോർദാന്റെ മണ്ണിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവഹിതം യോശുവയിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങിയപ്പോൾ കാലങ്ങൾ കൊണ്ട് തല ഉയർത്തി നിന്ന് വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന യോർദാന്റെ ശക്തികൾ ദൈവജനത്തിന്റെ മുൻപിൽ കീഴടങ്ങാനിടയായി തീർന്നു. അഭിഷേകമുള്ള യോശുവ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ, അഥവാ ദൈവം അവനെ ലീഡറാക്കി കഴിഞ്ഞപ്പോൾ മരണ യോർദാന്റെ ശക്തികൾ കീഴടങ്ങാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ മറുകര വിടത്തില്ല, അടുത്തതിലേക്ക് പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ കരകവിഞ്ഞൊഴുകുന്ന യോർദാന തുല്യമായ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ വലിയ ദൈവ പ്രവർത്തികൾ കാണുവാൻ, വലിയ ദൈവിക ഇടപെടലുകൾ കാണുവാൻ ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് നാവെടുത്ത് പറയത്തക്ക നിലയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ചില അത്ഭുതങ്ങൾ നടക്കുന്ന ആത്മശക്തിയുടെ പ്രഭാതമായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്കറിയാം, യോർദാൻ കൊയ്ത്തുകാലത്തൊക്കെയും
കരകവിഞ്ഞൊഴുകുന്ന നദിയാണ്. എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് പോലും അപ്പുറം കടക്കാൻ കഴിയാതെ യോർദാനും യോർദാന്റെ തീരവും വെള്ളം കൊണ്ട് നിറയുന്ന സ്വഭാവമുള്ള നദി. എന്നാൽ യോശുവ അഭിഷേകം പ്രാപിച്ച് നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്തത്തിലേക്ക് കാല് വയ്ക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് മുൻപിൽ ഒഴുകിക്കൊണ്ടിരുന്ന യോർദാൻ ചിറ പോലെ നിൽക്കുവാനിടയായി തീർന്നു. ആമേൻ. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുൻപിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്നവരോട് പറയണം. ആമേൻ. പ്രിയരെ, നോക്കാം, യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കാലുകൾ യോർദാനിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ആമേൻ അവർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്. പകരം ആ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കാനിടയായി തീർന്നു. ദൈവം ഒരു മനുഷ്യനെ ആ തലമുറയിൽ, ആ സമൂഹത്തിന്റെ നടുവിൽ ഉപയോഗിക്കുവാനായി തുടങ്ങിയപ്പോൾ ദൈവകരങ്ങളിൽ യോശുവ എന്ന് പറയുന്ന മനുഷ്യൻ പ്രയോജനപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ആമേൻ മരണത്തിന്റെ വെല്ലുവിളികൾ, മരണത്തിന്റെ ശബ്ദങ്ങൾ, മരണത്തിന്റെ സാഹചര്യങ്ങൾ വഴി മാറാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഏത് വലിയ യോർദാന്റെ തീരത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും യോർദാനിലെ വെള്ളത്തെ ചിറ പോലെ നിർത്തിയ ദൈവശക്തി ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞത്, ഇന്നലകളിൽ കരയിച്ച, ഇന്നലകളിൽ ആകുലപ്പെടുത്തിയ, ഇന്നലകളിൽ ഭയപ്പെടുത്തിയ അനേകം പ്രതിസന്ധികൾ കണ്ണിന്റെ മുൻപിലുണ്ടെങ്കിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നു, ആ യോർദാനെ രണ്ടായി കീറുന്നതിന് വേണ്ടി വെളിപ്പെട്ട ഒരു ദൈവ ശക്തിയുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ആ ദൈവശക്തി വെളിപ്പെടട്ടെ. ബൈബിൾ പറയുന്നു, യോർദാൻ രണ്ടായി വിഭാഗിച്ചു കഴിഞ്ഞു, ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അതാണ് എഴുതിയിരിക്കുന്നത്. ജനത്തിൽ കുറച്ചുപേരെ യോർദാൻ കടന്നെന്നും ആരോഗ്യമുള്ളവർ എങ്ങനെയെങ്കിലും അപ്പുറം എത്തിയെന്നും പ്രായം കുറഞ്ഞവർ യോർദാൻ കടന്ന് അപ്പുറം എത്തി, പ്രായമുള്ളവർ ശേഷിച്ചു പോയി എന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. കഴിവുള്ളവരും കഴിവില്ലാത്തവരും പ്രായഭേദമെന്നെ യോർദാൻ കടക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിശ്ചയമായിട്ടും വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ആത്മാവിന്റെ പകലായി തീരട്ടെ. എന്തിനാ ഈ യോർദാന ദൈവം വിഭാഗിച്ചത്? ഒറ്റ കാര്യം, വാഗ്ദത്തങ്ങളിലേക്ക് കാല് വയ്ക്കേണ്ടതിന്. ആമേൻ. അത് നടന്നു കഴിഞ്ഞപ്പോൾ ജനത്തിന്റെ നടുവിൽ യോശുവ വലിയവനാകാനിടയായി തീർന്നു. അഥവാ ദൈവം അവനെ വലിയവനാക്കി എന്ന് പറഞ്ഞാൽ, യോർദാനെ വിഭാഗിച്ചുകൊണ്ട് യോശുവയെ ജനത്തിന്റെ നടുവിൽ അംഗീകരിക്കത്തക്ക നിലയിലുള്ള ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവം ബലപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് തിരസ്കരിക്കപ്പെട്ടവരാണോ? സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണോ? ആരും നിങ്ങളെ അംഗീകരിക്കുവാനും ആർക്കും വേണ്ടാത്ത നിലയിൽ, തള്ളപ്പെട്ട നിലയിൽ ഒരു ശപിക്കപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് ഭാരത്തോടെയാണോ ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നത്? ഞാൻ പറയാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഈ ഓഫീസിൽ നിങ്ങളൊരു ശാപമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുന്നെങ്കിൽ, നിങ്ങളുടെ കഴിവില്ലായ്മകളെ, ബലഹീനതകളെ ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ഒരു ആലോചന പറയാം. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ ദൈവം നിങ്ങളെ വലിയവരാക്കുന്ന ദിവസങ്ങളായത്. നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ദൈവം നിങ്ങളെ വലിയവരാക്കുന്ന ദിവസങ്ങളായത്. എന്തിന്? നിങ്ങൾക്കെതിരെ പല പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് മുൻപിലേക്ക് പോകുന്ന നിങ്ങളുടെ സഹോദരങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളെ വലിയവരാക്കുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന, ദൈവകൃപയുടെ, ആത്മശക്തിയുടെയും അഭിഷേകത്തിന്റെയും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും. സർവശക്തന്റെ കരം അനുകൂലമായി നീട്ടുന്ന വിശ്വസ്തതയ്ക്കായി നന്ദി. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരും